രാജ്യത്തെ നടുക്കിയ ഒരു ക്രൂര കൊലപാതക കേസിൽ നാവികസേനയിലെ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 35-കാരനായ രവീന്ദ്രനാണ് ഭാര്യ സ്ഥലത്തില്ലാത്ത സമയത്ത് കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊന്നത്. പ്രതി തന്റെ കാമുകിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ യുവതിയുടെ തല ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സ്ഥിരമായി പണം ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. പോലീസിന്റെ വിവരങ്ങൾ പ്രകാരം പ്രതിയും യുവതിയും കുറച്ചു നാളായി അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നും എന്നാൽ അടുത്തിടെ യുവതി പ്രതിയോട് നിരന്തരം പണം ആവശ്യപ്പെടുകയും ഇത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. സംഭവ ദിവസമുണ്ടായ വാക്കുതർക്കമാണ് കയ്യാങ്കളിയിലേക്ക് വഴിമാറിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. വിശാഖപട്ടണം സ്വദേശിയായ രവീന്ദ്രൻ നാവികസേനയിൽ ടെക്നീഷ്യനായാണ് ജോലി ചെയ്യുന്നത്. പ്രതിയുടെ ഭാര്യ പ്രസവത്തിനായി ഏകദേശം 1 മാസം മുൻപ് നാട്ടിലേക്ക് പോയിരുന്നു. ഈ ഇടവേളയിലാണ് രവീന്ദ്രൻ 29-കാരിയായ മൗനികയെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചത്. ബാങ്ക് ജീവനക്കാരിയായ മൗനിക അവിടെ എത്തുകയും ഇരുവരും മണിക്കൂറുകൾ ഒരുമിച്ച് ചെലവഴിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പണവുമായി ബന്ധപ്പെട്ട തർക്കം ഉയരുകയും അത് വഷളാകുകയും ചെയ്തു. ചോദിച്ച പണം ലഭിച്ചില്ലെങ്കിൽ രവീന്ദ്രന്റെ ഭാര്യയോട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമെന്ന് മൗനിക ഭീഷണിപ്പെടുത്തിയതോടെയാണ് പ്രകോപനം കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. പ്രകോപനത്തെ തുടർന്ന് മുൻകൂട്ടി കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് രവീന്ദ്രൻ മൗനികയെ കുത്തിക്കൊന്നു. അതിനുശേഷം തെളിവുകൾ മറയ്ക്കാൻ ശ്രമിച്ച മൃതദേഹം 3 ഭാഗങ്ങളാക്കി മുറിച്ച് ചാക്കുകളിൽ ഒളിപ്പിച്ചു. 2 ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും തലയും ഫോണും ഉൾപ്പെട്ട ബാഗ് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം രവീന്ദ്രൻ വീട്ടിൽ വൃത്തിയാക്കൽ നടത്തി. ദുർഗന്ധം വരാതിരിക്കാൻ സ്പ്രേയും ഉപയോഗിച്ചു. എല്ലാം ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സിലെ ഭാരം കൂടിയതോടെ അദ്ദേഹം ഒരു സുഹൃത്തിനെ വിളിച്ച് സംഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. സുഹൃത്ത് ശക്തമായി നിർബന്ധിച്ചതിനെ തുടർന്ന് രവീന്ദ്രൻ അവസാനം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കോവിഡ് കാലത്ത് ഡേറ്റിംഗ് ആപ്പിലൂടെ തുടങ്ങിയ പരിചയമാണ് പിന്നീട് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. രവീന്ദ്രന്റെ മൊഴി പ്രകാരം മൗനിക പലതവണ ഭീഷണിപ്പെടുത്തി ഇതിനകം ഏകദേശം 3,50,000 രൂപ വരെ കൈപ്പറ്റിയിരുന്നു. ഈ ശല്യം സഹിക്കാനാകാതെ വന്നതോടെ കൊലപാതകം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പ്രതി പറയുന്നു. മരണത്തെ തുടർന്ന് മൗനികയുടെ കുടുംബം നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും രവീന്ദ്രനെ കുറിച്ച് തങ്ങൾക്ക് മുൻപ് അറിവില്ലായിരുന്നുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞു.